ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതാണ് ഗുർമീത് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് അടുക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ശക്തമായിട്ടുള്ള റൂമറുകൾ വന്നൊരു സമയത്ത് ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇനി ഒഫീഷ്യൽ കൺഫർമേഷൻ വരട്ടെ, അതിനുശേഷം കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ആ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഗുർമീത് സിംഗിന് പിന്നാലെ മറ്റ് ചില ക്ലബ്ബുകളും ഒക്കെ ഉണ്ട് എന്നുള്ളത്. എനിവേ, ഇപ്പം മാർക്കസിൻ്റെ ഒരു ട്വീറ്റ് പ്രകാരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ഇപ്പോൾ റേസിൽ മുൻപിലുള്ളത് എന്നുള്ളതാണ്. 24 to 48 മണിക്കൂറിനുള്ളിൽ അവർ ജോയിൻ ചെയ്യുന്ന തരത്തിലേക്കൊക്കെ വരെ കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. അപ്പം കഴിഞ്ഞൊരു റിപ്പോർട്ടൊക്കെ അനുസരിച്ച് ഏതാണ്ട് 4 ക്ലബ്ബുകളെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. അത് ജംഷഡ്പൂർ FC ഉണ്ടായിരുന്നു, പഞ്ചാബ് FC ഉണ്ടായിരുന്നു, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇതിൽ ജംഷഡ്പൂർ FC ഒരു ഷോർട്ട് ടേം കോൺട്രാക്റ്റും അതുപോലെ തന്നെ പഞ്ചാബ് FC ആൻഡ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒരു ലോങ് ടേം കോൺട്രാക്റ്റും ഒക്കെ ഓഫർ ചെയ്തതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എന്താണെന്നുള്ള തരത്തിൽ അറിയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന നിലയിൽ പറഞ്ഞിരുന്നത് ഒരു ലോങ് ടൈം കോൺട്രാക്റ്റ് ആകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരൺജിത്തും ലാറ ശർമ്മയൊക്കെ പോകാനുള്ള സാഹചര്യമുള്ള നിലയ്ക്ക് ഒരു സച്ചിൻ സുരേഷ് ഗുർമീത് ആ ഒരു കോമ്പറ്റീഷൻ ടീമിൽ വരുത്തുക എന്നുള്ളൊരു നിലയ്ക്ക് വന്നേക്കും. ഇപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് ഗുർമീതിനെ കളിപ്പിച്ചാൽ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ സച്ചിൻ ഗുർമീത് ആ ഒരു കോമ്പറ്റീഷൻ ടീമിൽ ഉണ്ടാകും എന്നുള്ളതൊക്കെ. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന വാർത്തകളൊക്കെ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സും ഒരു ഷോർട്ട് ടേം കോൺട്രാക്റ്റാണ് ഓഫർ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഇൻ ഫ്യൂച്ചർ സച്ചിൻ സുരേഷിനെ തന്നെ അവർ നിലയിൽ ഇത് ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ നിലയിൽ വെക്കാൻ തന്നെയാണ് KBFC പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഗുർമീത് ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലേക്ക് ഒരു തിരിച്ചുപോക്ക്. കാരണം അദ്ദേഹം ISLലേക്ക് വരുന്നത് തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്നാണ്. അപ്പോൾ അങ്ങോട്ടുള്ളൊരു തിരിച്ചുപോക്ക് എന്ന നിലയ്ക്ക് വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നത്. മാർക്കസിനെ പോലെയുള്ള ജേർണലിസ്റ്റുകളൊക്കെ ആ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഗുർമീത് സിംഗിലേക്ക് വരുമ്പോൾ നമുക്കറിയാമല്ലോ, അദ്ദേഹം പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്ന് 2018 കരിയർ തുടങ്ങി 2021 അദ്ദേഹം ഹൈദരാബാദിൽ ജോയിൻ ചെയ്യുന്നത്. ആദ്യത്തെ വർഷം തന്നെ ISL ട്രോഫി കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി തോപ്പിച്ച വർഷം തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ അന്ന് കട്ടിമണിക്കായിരുന്നു മെയിൻ ഗോൾ കീപ്പർ. പിന്നീട് കട്ടിമണിക്കൊക്കെ ഇഞ്ചറി പറ്റുന്ന സമയത്താണ് അദ്ദേഹം ഫസ്റ്റ് ചോയ്സ് എന്ന നിലയിലേക്കൊക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്. അദ്ദേഹം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ അദ്ദേഹം നാഷണൽ ടീമിൻ്റെ ഭാഗമായിരുന്നു. ഇന്റർ കോണ്ടിനെന്റലും അതുപോലെ സാഫ് കപ്പൊക്കെ വിജയിച്ചിട്ടുള്ള ടീമിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ തേർഡ് ചോയ്സ് ഗോൾ കീപ്പർ എന്ന നിലയിൽ മാത്രമാണ്. എന്നാൽ ഏഷ്യൻ ഗെയിംസിലാണ് അദ്ദേഹത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ചൈനയ്ക്കെതിരെ നടന്ന മത്സരത്തിലൊക്കെ അദ്ദേഹത്തിന് കളിക്കാനും സാധിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ 24 വയസ്സുള്ള ഒരു പ്ലെയറാണ്. നല്ലൊരു ഭാവിയുള്ളൊരു ഗോൾ കീപ്പർ എന്ന നിലയിൽ തന്നെ വിലയിരുത്തപ്പെടുന്നൊരു ഗോൾ കീപ്പർ എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. എനിവേ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് വരുന്ന സമയത്ത് അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ടോപ്പ് 6 ഫൈറ്റ് ചെയ്യുന്നൊരു ടീം തന്നെയാണ്. പക്ഷേ ഇപ്പം ഗോൾ കീപ്പിംഗ് എറേഴ്സൊക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ സംഭവിക്കുന്നുണ്ട്. സോ അതിന് ഒരു പരിഹാരം എന്ന നിലയ്ക്കായിരിക്കണം ഗുർമീതിനെ ടീമിലെത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്താണെങ്കിലും ഇനിയും ഒഫീഷ്യൽ കൺഫർമേഷൻസ് വന്നിട്ടില്ല. ഇനിയും ഒരു അവസാന നിമിഷ ട്വിസ്റ്റുകളൊക്കെ സംഭവിക്കുമോ, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സോ വെയിറ്റ് ആൻഡ് സീ എന്നുള്ളതാണ് പറയേണ്ടത് ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായിട്ടും കമ്പോസിൽ ചെയ്യാൻ പറ്റുമോ? സനിയ.